ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ദേ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞാൽ ചെറുതായിട്ടൊരു പനിലക്ഷണം ഉണ്ടെന്ന്. ആ പനിലക്ഷണം അങ്ങനെ തന്നെ ഉണ്ട്, പക്ഷെ ജലദോഷത്തിൻ്റെ ലേശം കുറവുണ്ട്, ഞാൻ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മുന്നത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞു ആൽബം ഇപ്പോഴാണ് കിട്ടിയതെന്നുള്ളത്. അങ്ങനെ എന്താ പറയുക, 5-8 മാസത്തിന് ശേഷമാണ് നമ്മൾ ഫോട്ടോസൊക്കെ കൺഫേം ആക്കി കൊടുത്ത് ഫോട്ടോക്ക് സെലക്ട് ചെയ്ത് പ്രിൻ്റ് ചെയ്തോളാൻ പറഞ്ഞത്. ഞാൻ ആൽബം കാണിച്ചു തരാം. അപ്പം വൺസ് അഗൈൻ വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ വെഡ്ഡിങ് ആൽബം. നമ്മൾ ദീപുവിൻ്റെ അടുത്ത്, എൻ്റെ ഫ്രണ്ട് ദീപുവിൻ്റെ അടുത്താണ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദീപുവിൻ്റെ ആഡ്വ വെഡ്ഡിങ്സാണ് നമുക്ക് വെഡ്ഡിങ് ആൽബം അല്ല, വെഡ്ഡിങ് മൊത്തം കവർ ചെയ്ത് തന്ന ദീപുവിൻ്റെ ആൽബ വെഡ്ഡിങ്സാണ്. അപ്പോൾ ദേ സ്റ്റാർട്ടിങ് എല്ലാ ആൽബത്തിലും മിക്കവാറും ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഫോട്ടോ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ബ്രൈഡിൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ ബ്രൈഡിൻ്റെ മാത്രം, ഗ്രൂമിൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ ഗ്രൂമിൻ്റെ മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ 2 പേരും കൂടി മതി എന്നുള്ളത്. അതുകൊണ്ടാണ് ഇതിൽ 2 പേരും കൂടിയുള്ള ഫോട്ടോ. ഈ ഫോട്ടോസിലൊക്കെ ഞാൻ കുറച്ചും കൂടി വണ്ണുണ്ട്. ഈ വണ്ണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് ഡിസ്ചാർജ് ചെയ്തിട്ടാണ് തലേന്ന് വൈകിട്ട് എത്തുന്നത്. അതും ഒരാഴ്ച 1.5 ആഴ്ച സ്റ്റെറോയിഡ്സും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് ആകെ വീർത്തിരിക്കുന്ന സമയം. എൻ്റെ വള പോലും എനിക്ക് കയറുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ കുറച്ച് വണ്ണം കൂട്ടിയിട്ടുള്ള കുപ്പിവെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തലേന്ന് ആരെയോ വിട്ടിട്ട്. ആ വളം ഇപ്പം ഞാൻ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഊരിപ്പോവും. അതുപോലെയാണ്. പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഫോട്ടോ കേട്ടോ. അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സേവ് ദ ഡേറ്റിനെയാണ്. അത് ഒട്ടും പ്ലാൻ ഇല്ലാത്തൊരു സേവ് ദ ഡേറ്റ് ആയിരുന്നു. ഇത് ദീപചേച്ചിയുടെ സാരിയാണ്. ഇതിൻ്റെ ഏതോ പഴയ സാരിയുടെ ബ്ലൗസാണ്. സത്യം പറഞ്ഞാൽ സേവ് ദ ഡേറ്റിന് വേണ്ടി 2 കോസ്റ്റ്യൂമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരു കോസ്റ്റ്യൂം, അതായത് പുതിയത് എടുത്ത് വെച്ചതിൽ ഒരു കോസ്റ്റ്യൂമിന് മാത്രമേ സേവ് ദ ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരെണ്ണം അത് ഇങ്ങനെ ചെയ്ത്. കാരണം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, അമ്മയുടെ വീട്ടിലായിരുന്നു. ഇവിടെ പെയിൻറ്റ് പണി സമയത്ത് എനിക്ക് നിൽക്കാൻ പറ്റാത്ത കാരണം അമ്മയുടെ വീട്ടിലേക്ക് പോയ കാരണം അതൊന്നും അപ്പം പ്ലാൻ ചെയ്തെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ എടുത്തൊരു, അതായത് ഒട്ടും പ്ലാൻഡ് അല്ലാതെ എടുത്തൊരു സേവ് ദ ഡേറ്റ്. പക്ഷേ എനിക്ക് ഈ ഫോട്ടോ കണ്ടു എന്ത് രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനേക്കാൾ സത്യം പറഞ്ഞാൽ ഉണ്ടാവും, സേവ് ദ ഡേറ്റിനേക്കാൾ വണ്ണുണ്ട് ഞാൻ ഈ ഫോട്ടോസിലൊക്കെ. അത് അന്നത്തെ ഒരു മരുന്നിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത കേട്ടോ. ഇത് തലേന്നത്തെ ഫോട്ടോ ആണ്. എനിക്ക് തോന്നുന്നു തലേന്നത്തെ അധികം ഫോട്ടോസും വീഡിയോസും ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇല്ലാഞ്ഞിട്ട് എൻ്റെ അടുത്ത് കിട്ടാഞ്ഞിട്ടാ തോന്നുന്നു. ഇതാണ് തലേന്നത്തെ ഡ്രസ്സ്. അങ്ങനെ തലേന്നത്തെ കുറച്ച് എൻ്റെ വീട്ടിൽ നിന്നെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ. ഇതാണ് അച്ഛനും അമ്മയും. ഇതൊക്കെ ഞാൻ കണ്ടോ ഈ ഇടത്തെ കൈ, ഇതിലോ ഒരു കയ്യിൽ ഞാൻ ദീപുവിനോട് പറഞ്ഞിരുന്നു എൻ്റെ കൈ കാണിക്കേണ്ട ഒരു ഫോട്ടോസിലെന്നുള്ളത്. ഇതിലൊക്കെ കണ്ടോ എന്ത് തടിയത്. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കുറച്ച് നേരം കിടന്ന് അപ്പം തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നു. വന്ദനേച്ചി മേക്കപ്പ് ചെയ്തതാണ്. അതാണ് അത്രയും ചീർത്ത മുഖം. ഞാൻ കൈയൊക്കെ കണ്ടോ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൈയിൻ്റെ അടിയിൽ കാനുവലുണ്ട്. ഇതാണ് അപ്പു, അനിയൻ. പിന്നെ ഇത് മാമൻ, അമ്മായി. ഇത് വല്യമ്മ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചക്കപ്പം കൊണ്ടുവന്ന വല്യമ്മ, വല്യമ്മയുടെ മരുമകളും. കണ്ടോ ഇതിലൊക്കെ കാണാം ഞാൻ ഇങ്ങനെ കൈ പൊത്തി പിടിച്ചിട്ട്. അതിൻ്റെ അടിയിൽ കാനുവലുണ്ട്. ഏതിലോ ഫോട്ടോയിൽ ഉണ്ടായിരിക്കണം. ഇതാണ് വല്യമ്മ, മോൻ, ചേച്ചി, മോൻ, പിന്നെ അച്ഛൻ്റെ അനിയൻ, മോള്, അച്ഛൻ്റെ അനിയൻ്റെ മരുമകൾ. ഇത് അന്നത്തെ ഒരു ലോങ് ഫോട്ടോ. ഞാൻ ഓരോരുത്തരെടുത്ത് പറയുന്നില്ല കേട്ടോ. ഇതിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും എൻ്റെ കയ്യിൽ കാനുവൽ കിടക്കുന്നത് കാണാം. ഞാൻ പരമാവധി അത് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അമ്മു ചേച്ചി, അതായത് അച്ഛൻ്റെ അനിയത്തിൻ്റെ മോളും ഹസ്ബൻഡും. ഇത് അരുണ്, എൻ്റെ കസിൻ മാമൻ്റെ മോനാണ്. ഇത് അപ്പു. പിന്നെ ഇതേ അജുവും പൊന്നും. അജുവിന് മിക്കവാറും എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കാരണം എൻ്റെ എല്ലാ വീഡിയോസിലും ഉണ്ടാവും മിക്കവാറും. ദീപ ചേച്ചി ഇതാ. പിന്നെ അച്ചോള്, വല്യമ്മ. ഇതിൽ കണ്ടോ വല്യമ്മയുടെ മുഖം ആകെ ഇങ്ങോട്ട് കരഞ്ഞ്. കാരണം ഇവർ 2 പേരും കൂടി ഫോട്ടോ എടുക്കാൻ നിർത്തിയപ്പോഴേ എനിക്ക് അമ്മയും അതുപോലെ 2 വല്യമ്മമാരുണ്ട്. അതായത് ഈ വല്യമ്മയ്ക്ക് ഏതൊരു വല്യമ്മയോടുണ്ട്. ആ വല്യമ്മയുടെ മകളാണ് ദീപചേച്ചി. വല്യമ്മ മരിച്ചു. അപ്പോൾ വല്യമ്മയ്ക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചപ്പോഴും ആകെ സങ്കടം. എനിക്കും സങ്കടം വന്നു, ഞാനും കരഞ്ഞു കിട്ടുന്നു. ഇത് കസിൻസ്, ഇത് അമ്മായി, അത് ദീപചേച്ചിയുടെ അനിയത്തി, ധന്യ ചേച്ചി. ഇത് വേറൊരു മാമൻ ഫാമിലി. ഇത് പിന്നെ ഫ്രണ്ട്സ്, അത് കുഞ്ചു, അർജു, ആതിര. ഇത് അമ്മായിമാർ സെറ്റ്. അങ്ങനെ എല്ലാം ഇതിലൊക്കെ കണ്ടോ ദീപു ഞാൻ പറഞ്ഞതനുസരിച്ച് ഭയങ്കര ബുദ്ധിപരമായിട്ട് നീങ്ങിയിട്ട് എൻ്റെ ക്യാനുലൊക്കെ അകത്താക്കിയിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ തലേന്നത്തെ ഫോട്ടോ കേട്ടോ. ഇതൊക്കെ പിന്നെ ഫാമിലി. ഇതൊക്കെ അച്ഛൻ്റെ
നാട്ടിലെ കുറച്ച് സുഹൃത്തുക്കൾ, ഇത് എൻ്റെ മൂത്ത കസിൻ, അതായത് അച്ഛൻ്റെ മൂത്തേട്ടനൊറ്റ മോളാണ് ചേച്ചിയുടെ ഫാമിലി, പിന്നെ എൻ്റെ അമ്മായിമാർ സെറ്റ്, പിന്നെ വേറെ അമ്മായിമാർ സെറ്റ്, അങ്ങനെ ഇതിവിടെ അടുത്തുള്ളതാട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ് അവർ. പിന്നെ ഇതാണ് എൻ്റെ ഫാമിലി. പക്ഷെ ഇതിൽ അമ്മ പെട്ടില്ല. എൻ്റെ 2 ചേച്ചിമാർ, ഹസ്ബൻഡ്, പിള്ളേർ. അപ്പു പെട്ടിട്ടില്ല. എന്തെങ്കിലും എവിടേക്കെങ്കിലും ഓടുന്ന കൂട്ടത്തിലാവും. അവരങ്ങനെ വന്ന് ഫോട്ടോ എടുത്തായിരുന്നു. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള മമ്മിയാണേ. പിന്നെ ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എൻ്റെ കല്യാണത്തിൻ്റെ ഷോർട്സ് കണ്ടവർക്ക് ഞങ്ങളുടെ ഗ്യാങ്. ഇത് കല്യാണത്തിൻ്റെ കഴിഞ്ഞു. തലേന്നത്തെ പരിപാടി ഇതോടുകൂടി നിർത്തി. എനിക്കൊന്നും ഇതിൽ കാനുവൽ ഉണ്ട് തോന്നുന്നു, പക്ഷെ ഇതിൽ കണ്ടില്ല. പിന്നെ കല്യാണത്തിന് അന്ന് രാവിലെ പോയിട്ട് കാനുവൽ ഊരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ കൈയിൻ്റെ വണ്ണായിരിക്കില്ലേ മറ്റേ കൈക്ക്. നല്ല വണ്ണമായിരുന്നു. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നീര് വന്നിട്ട് എനിക്ക് കല്യാണത്തിൻ്റെ റിങ് എനിക്ക് ഇടാൻ പറ്റണമല്ല, അത്രയും തടിയായിട്ട്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലുള്ള സമയത്ത് പോയിട്ടാണ് ഞാൻ റിങ്ങിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എനിക്ക് ഇപ്പോൾ കല്യാണത്തിന് മോതിരം എനിക്ക് ഇടാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ലൂസായി. ഇനിയിപ്പോൾ അതിന് വീണ്ടും പണിക്കൂലി കൊടുത്ത് ഈ ഗോൾഡിന് റേറ്റ് കൂടി ഇരിക്കുന്ന സമയത്ത് അത് ചെറുതാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനത് ഇടാത്തത്. ഇതാ ഞങ്ങളുടെ മഞ്ഞക്കിളി ഗ്യാങ്. എങ്ങനെയൊക്കെ അൺഫോർച്ചുനേറ്റ്ലി മഞ്ഞയായി വന്നതാട്ടോ, അല്ലാതെ മഞ്ഞ് പ്ലാൻ ചെയ്തതൊന്നായിരുന്നില്ല. പക്ഷേ എൻ്റെ കല്യാണ സാരിയായിട്ട് നന്നായിട്ട് കോമ്പിനേഷൻ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇത് വിശാഖിൻ്റെ വീട്ടിൽ നിന്നുള്ള സാരി, സെക്കൻഡ് സാരി. പിന്നെ ഞങ്ങളുടെ എൻട്രി. ഇത് ജയേട്ടൻ. പിന്നെ മാല നമ്മുടെ ഡിവൈഎഫ്ഐയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ശ്യാമേട്ടുണ്ട്. ഇത് മാമൻ. അച്ഛൻ കൈ പിടിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിലങ്ങനെ താലികെട്ട് അങ്ങനത്തെ പരിപാടികളൊന്നും ഇതിൽ കാണാത്തതിൻ്റെ കാരണം അങ്ങനത്തെ പരിപാടികൾ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇട്ടു, അച്ഛൻ കൈ പിടിച്ചു, അത്ര തന്നെയുണ്ടോ. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇത് ഫാമിലി ഫോട്ടോ. ഇതിലും ചേച്ചിമാരൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതല്ല, അത്രയും തിരക്കായിരുന്നു സ്റ്റേജ് മേൽ. അപ്പോൾ ഇത് അവിടുത്തെ ഫാമിലി, അച്ഛനും അമ്മയും കൂടെ ഉള്ളത്. ഇത് എൻ്റെ ഒരു സിംഗിൾ ഫോട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഫോട്ടോ ആണ്. എന്താണെന്ന് എനിക്കറിയില്ല, ഭയങ്കര ഇഷ്ടമാണത്. കാണുമ്പോൾ നല്ല തടിയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും പക്ഷെ എനിക്ക് ഫേസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളുടെ ഗപ്പിൾ ഫോട്ടോസ്. പിന്നെ ആരൊക്കെയോ കുറേ ഫോട്ടോസ്. മൂത്ത ചേച്ചിയുടെ ഫാമിലിയാണ്. ചേച്ചി ഇതാ, ഏട്ടനിതാ, അവരുടെ ഫാമിലി മൊത്തമുണ്ട്. പിന്നെ അമ്മയുടെ അംഗനവാടി ടീച്ചർമാരെല്ലാവരും ഉണ്ട്, ഷാഗിൻ്റെ അമ്മയുടെ. പിന്നെ ഇതെൻ്റെ കൂടെ PG പഠിച്ചവരാണ്. ഇതിൽ പ്രിൻഷ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇതൊക്കെ നമ്മുടെ അച്ഛൻ്റെ ഓരോ പാർട്ടിക്കാരും. ഇതെൻ്റെ കൂടെ +2 പഠിച്ച ടീമാണ്. ഇത് അജുവിൻ്റെ ഫ്രണ്ട്സാണ്. അങ്ങനെ ഇത് നമ്മുടെ വാർഡ് മെമ്പർമാർ, നമ്മുടെ പഞ്ചായത്തിലെ വാർഡിലെ മെമ്പർമാരെല്ലാവരും, ലേഡി മെമ്പർമാർ. ഇതിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, SFIയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു അഫ്സൽഖാൻ. നിങ്ങൾ പല എന്താ പറയുക ചാനൽ ചർച്ചകളിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന മുഖമായിരിക്കും. ഇതൊക്കെ പിന്നെ ഞങ്ങളുടെ ഫാമിലീസ് ആട്ടോ. ഇത് SFIക്കാർ. ഇത് പിന്നെ അപ്പൂൻ്റെ ഫ്രണ്ട്, അമ്മായി, മൂത്തമ്മായി. അത് കഴിഞ്ഞിട്ടുള്ള അമ്മായി. അങ്ങനെ പിന്നെ ഫ്രണ്ട്സ്. ഇത് കണ്ടോ, ഞാൻ പറയാം അഫ്സൽഖാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അഫ്സൽ SFIയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. ഇത് നമ്മുടെ ചങ്കാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ ഫോട്ടോസൊക്കെ. എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ മാത്രം ഇങ്ങനെ ആൽബത്തിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം കുറേ ചറപറ ഫോട്ടോസ് ഉണ്ടാവുന്നേക്കാൾ നല്ലത് അതാണല്ലോ. ഇതെൻ്റെ ഡിഗ്രിയിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, കട്ട ചങ്ക്സാണ്. ഇത് നമ്മുടെ കണ്ണൂരിലെ സൈത്തേട്ടൻ, ഇത് ഷോപ്പിലെ താത്തമാർ, പിന്നെ മേലെ മാളു, അങ്ങനെ ഇതെൻ്റെ കസിനാട്ടോ പ്രിയങ്ക. ഇതൊക്കെ പിന്നെ ഫാമിലി മെമ്പേഴ്സാണ്. ഇതാണ് നമ്മുടെ മിന്നും പൊന്നും. അവർ തന്ന ആ ഒരു ഗിഫ്റ്റായിട്ട് ഭയങ്കര ഹൈലൈറ്റ്. അതായത് ഗാസയിൽ യുദ്ധം നടക്കുന്ന സമയം അന്നുമാണ് ഇന്നുമാണ്. ആ സമയത്ത് അവർ തന്നിട്ടുണ്ടായിരുന്ന ഒരു ഗിഫ്റ്റായിരുന്നു. ഫ്രം ദ റിവർ ടു ദ സീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗിഫ്റ്റായിരുന്നു. അത് ഞാൻ അവിടെ നമ്മുടെ ഫ്രെയിം ചെയ്ത് വെച്ച വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ നമ്മുടെ വീട്ടിലെ കസിൻസാണ്. പിന്നെ നമ്മൾ മാലിട്ട സമയത്തുണ്ടായിരുന്ന ആളുകളൊക്കെയാണ്, പൊതുവെ കുടുംബക്കാരാണ് എല്ലാ അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ടാവാറ്. ഇത് കുറേ പാർട്ടിക്കാരാണ്. പഞ്ചായത്ത് പ്രസിഡന്റ്, പിന്നെ അതുപോലെ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികൾ, റസാഖൊക്കെ, അങ്ങനെ ജയേട്ടൻ, അങ്ങനെ കുറേ ആൾക്കാരാണ്. മിനിസ്റ്റർക്ക് ആ സമയത്ത് എത്താൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണ് റഹ്മാൻഖാൻ വന്നത്. ഇതെൻ്റെ അച്ഛൻ്റെ ഫാമിലി കേട്ടോ. ഇത് വിശാഖിൻ്റെ അച്ഛൻ്റെ ഫാമിലി. ഇത് ഏട്ടനും ചേച്ചിയും. പിന്നെ
ഞാൻ പിന്നെ ഇങ്ങനെ എടുത്തെടുത്ത് പറയത്തെ ഇങ്ങനെ വെറുതെ പറയുന്നത് ഒരു ചടപ്പല്ലേ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ കുറേ സ്കിപ്പാക്കി കളയുന്നത്. ഇതൊക്കെ പിന്നെ ഫാമിലി മെമ്പേഴ്സ്, ഇത് ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ഡിഗ്രിയിലെ കട്ടൻസ് അവരെല്ലാവരും മാരീഡാണ്, ഞാൻ മാത്രം അൺമാരീഡ് ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം എൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോഴാണ് അവർക്ക് 3 പേർക്ക് ഒരു സമാധാനം കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇത് വിശാഖിൻ്റെ പഠിപ്പിച്ച സാറാണ്. പിന്നെ ഇതേ റഹ്മാനൊക്കെ വന്നു. റഹ്മാനൊക്കെ വന്നിട്ട് നമുക്ക് വാച്ച് ഗിഫ്റ്റ് ഞാൻ അതൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ റഹ്മാനയുടെ കൂടെയുള്ള ഫോട്ടോ. പിന്നെ ഓരോരോ മേഖലാ കമ്മിറ്റിക്കാരും SFID ഏരിയ കമ്മിറ്റി, ബാലസംഘം ഇവരൊക്കെ ഗിഫ്റ്റ് തരുന്ന കുറേ ഫോട്ടോസ് കണ്ടോ. ഇത് നല്ല ഭംഗിയില്ലേ, നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ ഈ ഫോട്ടോസൊക്കെ ഞാൻ ആൽബം വന്നപ്പോഴാട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഡ്രൈവിൽ തരുന്ന കാരണേ ലോഡാവാൻ ഒരുപാട് പണിയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഫോട്ടോസൊന്നും ക്ലിയർ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അന്ന്. ഇത് ഞാൻ അക്ഷയുടെ കല്യാണം ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അക്ഷയുടെ കല്യാണത്തിന് പോയ വ്ളോഗ് അവളെൻ്റെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. ഇതാണ് ഫാമിലി. അച്ഛനമ്മ, ചേച്ചിമാർ, അനിയൻ, അളിയന്മാർ, പിള്ളേർ സെറ്റ്, അങ്ങനെയല്ല. അങ്ങനെ ഇനി അപ്പൂൻ്റെ കൂടിയും കല്യാണം കഴിഞ്ഞാൽ ഫാമിലി ഒന്നും കൂടിയും വലുതാവും. പിന്നെ അവിടുത്തെ റിസപ്ഷൻ്റെ ഫോട്ടോസാണേ. റിസപ്ഷൻ്റെ ഫോട്ടോസിലും അധികം ഫോട്ടോസ് ഇല്ല. എല്ലാ കല്യാണത്തിനും ചെക്കനും പെണ്ണും കൂടി ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കും. ഇതിൽ ഈ കാണുന്ന ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടി ഫോട്ടോസ് ഉണ്ടെങ്കിലേ ഉള്ളൂ. ഒരു സമയം വന്നപ്പോഴേ വിശാഖ് വിളമ്പുന്ന സ്ഥലത്തേക്കും ഓരോ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയൊക്കെ പോയി. ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് വരും എന്ന് പറഞ്ഞ സമയത്തിനൊക്കെ കുറച്ചും കൂടി ലേറ്റായി എത്താൻ. അപ്പോൾ അതുകൊണ്ട് അവർ വന്ന സമയത്ത് ഗംഭീര മഴ. അപ്പോൾ പിന്നെ വിശാഖിന് ആകെ ടെൻഷൻ, മഴയത്ത് അവർ കംഫർട്ട് ആവില്ല എന്നൊക്കെ ആലോചിച്ചിട്ട് വിശാഖും ഇറങ്ങിപ്പോയി കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി. പിന്നെ ഇത് ഡിവൈഫയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫ്ക വന്നിരുന്നു കല്യാണത്തിൻ്റെ റിസപ്ഷന്. പിന്നെ മുനീറാക്ക, ഡിവൈഫയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ജില്ലാ ഭാരവാഹികളൊക്കെ കേട്ടോ. റിസപ്ഷൻ്റെ ഫോട്ടോ ഇതൊക്കെ എൻ്റെ ഫാമിലീസാണ്. റിസപ്ഷൻ വളരെ ചെറുതായിരുന്നു. അത് റിസപ്ഷൻ എന്നുള്ളൊരു പ്ലാനിലല്ലായിരുന്നു. നമ്മൾ റിസപ്ഷൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് വയനാട്ടിൽ ദുരന്തം ഉണ്ടായ സമയത്ത് നമ്മുടെ റിസപ്ഷൻ ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന എമൗണ്ട് നമ്മൾ അവിടേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ റിസപ്ഷനായിട്ടുള്ളൊരു പ്ലാൻ ആയിരുന്നില്ല. അപ്പോൾ റിസപ്ഷൻ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് റിസപ്ഷൻ എന്നുള്ള ഓപ്ഷൻ ഇല്ല. നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ഒരു ഫംഗ്ഷൻ വരും നമ്മൾ വേണ്ടാന്ന് വെച്ചത്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ വീട്ടിൽ നിന്ന് ആരും ഇതുവരെ നമുക്കൊരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനോ അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്ക് അങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പം ആരും, അതായത് എൻ്റെ അമ്മായിമാരും ഹേമമാരും അങ്ങനെ ആളുകൾ വിശാഖിൻ്റെ വീട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും വൈകിട്ട് വരണം. അപ്പോൾ നമ്മൾ പോയിട്ട് ഡ്രസ്സ് മാറ്റി നിന്നു, അത്രയേ ഉള്ളൂ. അതിനിടയ്ക്ക് ഈ പറഞ്ഞ കല്യാണത്തിന് വരാൻ പറ്റാത്ത കുറേ ആളുകൾ വിശാഖിൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ പിന്നെ കുറേ ഫോട്ടോഗ്രാഫറോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വരുമ്പോൾ ഫോട്ടോ എടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ അതായിരുന്നു റിസപ്ഷൻ എന്നുള്ളതല്ല. അത് ഗ്രാൻഡ് റിസപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വിചാരിച്ചിരുന്ന പരിപാടി, രാവിലെ പരിപാടി ഇല്ലാതെ വൈകിട്ട് മാത്രം പരിപാടിയായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്തു. അങ്ങനെ ഒരു വളരെ കുഞ്ഞ് 100-200 ആളുകൾ വന്നു പോയോന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. കാരണം തൊട്ടടുത്തുള്ള വീട്ടിലെ ആളുകളൊക്കെ പുതിയണ്ണനെ കാണാൻ വേണ്ടി വരുമല്ലോ, ആ ഒരു വരവുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാവിലത്തെ പരിപാടി ഈ പറഞ്ഞ പോലെ 100-200 ആളുകളിൽ ഒതുക്കിയിരുന്നു. അത്രയും വേണ്ട ക്ലോസ് റിലേറ്റീവ്സ് പോലെ ഇൻറ്റിമേറ്റ് വെഡിങ് പോലെ നടത്തിയിട്ട് വൈകിട്ടൊരു 4000-4500 ആളുകളുടെ പരിപാടി നടത്താമെന്നുള്ള പ്ലാനായിരുന്നു. അതൊക്കെയാണ് നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ആൽബം. ഞാൻ സത്യം പറഞ്ഞാൽ പാർട്ട് 2 ആയിട്ട് ഇടണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ വേണ്ട, ഇന്നും ആവശ്യമില്ല. ഞാൻ പെട്ടെന്ന് മറിച്ചു പോയി. അപ്പോൾ എന്തായാലും നമ്മുടെ കുറേ മാസങ്ങൾക്ക് ശേഷമാണിത് നമ്മുടെ ആൽബം കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ആൽബത്തിലെ ഫോട്ടോസും കല്യാണത്തിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ.